ഹായ്, ചിങ്ങമാസമായില്ലേ? നമുക്കിന്ന് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കി ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കളർ പേപ്പർ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത ശേഷം പുറത്തു നിന്നും ഇതുപോലെ അകത്തേക്ക് വെട്ടണം. വെട്ടിക്കഴിഞ്ഞ ശേഷം അതിനെ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്ത ശേഷം നടുക്ക് വരുന്ന പോർഷൻ വെച്ച് അടിയിൽ വെച്ചിട്ട് പശ കൊണ്ട് ഒട്ടിച്ചു വെക്കണം. ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പേപ്പർ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെട്ടി ഉള്ളിലേക്ക് ഇങ്ങനെ വെട്ടിയെടുത്ത ശേഷം നമുക്കത് ചുറ്റിയെടുക്കാം. പക്ഷേ ഇങ്ങനെ ഒരുപാട് പേപ്പർ ഒരുമിച്ച് വെച്ചെടുക്കുമ്പോൾ ഇളക്കിയെടുക്കാൻ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും, അത് ഉരുങ്ങിപ്പോകും. എങ്കിലും കുഴപ്പമില്ല, ശ്രദ്ധിച്ചെടുത്താലും മതിയാവും. അതിനുശേഷം ഇങ്ങനെ ചുറ്റിയെടുക്കണം. നമുക്ക് കൈയുടെ വിരൽ അല്ലാതെ വെച്ച് ചുറ്റിയെടുക്കാൻ പാടാണെങ്കിൽ ഇങ്ങനെ വിരലുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ ചുറ്റിയെടുത്താലും മതി. ലാസ്റ്റ് പോർഷൻ പശ വെച്ച് ഒട്ടിച്ച് വെച്ചാൽ ഇളകിപ്പോകാതെ ഇരിക്കും. പൂക്കൾ ഉണ്ടാക്കുമ്പോൾ മുകൾ ഭാഗത്ത് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള കത്രികകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ കത്രികകൾ ഇതേ ഷേപ്പായിരിക്കും ചുറ്റി വരുമ്പോൾ, എങ്കിലും വലിയ വ്യത്യാസമൊന്നും വരാനില്ല. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നിയത് പ്ലെയിനായിട്ടുള്ള കത്രിക കൊണ്ട് വെട്ടിയത് പൂക്കൾക്ക് തന്നെയാണ് കേട്ടോ. അതിനാണ് എനിക്ക് കൂടുതൽ ഭംഗിയുണ്ടെന്ന് തോന്നിയത്. ഇലകൾ വെട്ടാൻ ഈ കത്രിക ഉപയോഗിച്ചാൽ നല്ലതാണ്. ഇലകളുടെ സൈഡെല്ലാം ഇലകളുടെ ആ ഒരു വരിപ്പ് പോലെ ഇരിക്കും, അത് നല്ല ഭംഗിയുണ്ടാവും. നമുക്കിനി കുറച്ച് വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ പല കളറിലുള്ള പൂക്കളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് പല വർണ്ണ കടലാസുകൾ എടുക്കുന്നുണ്ട്. 4 ഡിസൈനുള്ള കത്രിക ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ചുറ്റി വരുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാ പൂക്കൾക്കും ഒരുപോലെ തന്നെയുള്ള ഭംഗിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് നീല കൊച്ചു പൂക്കൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പേപ്പർ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത ശേഷം ഇതളുകൾ പോലെ വെട്ടിയെടുക്കണം. ഇതളുകൾ പോലെ 6 ഇതളുകൾ വെട്ടിയെടുത്തിട്ട് ഒരു ഇതളങ്ങ് കുറച്ച് നടുക്ക് ഭാഗം വെച്ച് വെട്ടിക്കളഞ്ഞിട്ട് മറ്റേ ഇതള് അതിലേക്ക് ചേർത്ത് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നല്ല പൂവായിട്ട് കിട്ടും. നടുക്ക് ഒരു സീക്വൻസ് കൂടി വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് കരുതി തുടങ്ങിയതാണ് കേട്ടോ, പക്ഷേ കുറേ സമയമെടുത്ത് ചെയ്ത് തീർക്കുന്നതിന്. ടിഷ്യൂ പേപ്പർ കീറിയിട്ട് റൗണ്ടിൽ ചുറ്റിയെടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു വെള്ളപ്പൂവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കമ്പി വളച്ചിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ കമ്പി രണ്ടായിട്ട് വളച്ചെടുത്താണ്. ഇത്തിരി കട്ടിയുള്ള കമ്പിയുണ്ട്, പ്ലെയറൊക്കെ വെച്ചിട്ട് വളയ്ക്കേണ്ടി വന്നു. അതിനകത്തോട്ട് പേപ്പർ ടേപ്പ് കൂടി ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡും വളച്ചെടുക്കണം. എന്നിട്ട് ഒരു സൈഡ് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസർ എടുത്തിട്ടുണ്ട്. മറു സൈഡ് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ഡിസൈൻ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പുറം ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല. അകഭാഗത്ത് ബ്ലൂ കളർ അടിച്ചിട്ടുണ്ട്. കമ്പിയുടെ ഒരു സൈഡ് നമുക്ക് ആ സോസറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട്. കമ്പി ആയതുകൊണ്ട് ഒട്ടാൻ നല്ല പാടാണ്. ഇത്രയും പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല ക്ഷമയുണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ചെറുതും വലുതുമായിട്ട് കുറേ പൂക്കൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പൂക്കൾ മാത്രം പോരല്ലോ, കുറച്ച് ഇലകൾ കൂടി വേണം. അതിന് ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് കുറച്ച് ഇലകൾ കൂടി നമുക്ക് വെട്ടിയുണ്ടാക്കാം. ഇലകളുടെ ഷേപ്പിൽ വെട്ടിയെടുത്താലും മാത്രം മതി. ഞാൻ കുറച്ച് മറ്റേ കത്രിക കൊണ്ട് സൈഡൊക്കെ ഒന്ന് ഇലകളുടെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പിന്നെ ഉള്ളത് കൊണ്ട് യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ കത്രിക ഉപയോഗിച്ച് പേപ്പർ മാത്രമേ വെട്ടാൻ പറ്റുകയുള്ളൂ. തുണിയോ നെറ്റോ ഒന്നും വെട്ടാൻ പറ്റില്ല. ഏത് കാര്യമായാലും നമ്മൾ ആസ്വദിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സന്തോഷമാണല്ലോ. കമ്പി അതിൽ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പേപ്പർ ഗ്ലാസിൻ്റെ അറ്റത്ത് കുറച്ച് സീക്വൻസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സീക്വൻസ് പച്ച തേച്ചിട്ട് ഇച്ചിരി സീക്വൻസ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് കമ്പി ഒട്ടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇലകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം താഴെ സോസറിലേക്ക് കുറച്ച് പൂക്കൾ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പേപ്പർ ഗ്ലാസ് കമ്പിയുടെ മറ്റേ അറ്റത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ വീഡിയോ എടുത്തതിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള പൂക്കൾ കൂടി കമ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അല്പം ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് എടുത്ത് അതിലേക്ക് പൂക്കൾ ഒട്ടിച്ച് ഗ്ലാസ്സിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പൂക്കൾ. ഓണം ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ സബ് ചെയ്യാൻ മറക്കരുതേ.